ആഴമുള്ളതായിരുന്നു, അത്രത്തോളം വർണ്ണിക്കാൻ കഴിയുന്നതായിരുന്നു. സ്തോത്രം. ആ സ്നേഹത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. ഒരു യോഗ്യതയും പറവാനില്ലാതെ ഇരുന്ന സാഹചര്യത്തിൽ കർത്താവ് നമ്മളെ തേടി വന്ന ദൈവത്തിന്റെ വലിയ മുഖാന്തരങ്ങൾക്കായി ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. ദിവസങ്ങളിൽ ആ സത്യങ്ങൾ ഈ ബൈബിൾ ക്ലാസ്സുകൾ കൂടി ഓരോ ദിവസം മനസ്സിലാക്കുവാൻ ദൈവം നമുക്ക് സാഹചര്യങ്ങൾ ഒരുക്കട്ടെ. സ്തോത്രം. സഭകൾക്ക് വേണ്ടിയുള്ള ദൂതുകൾ സഭയുടെ ഭാഗങ്ങളായി കർത്താവ് മുന്നമേ കണ്ട് മാറ്റിവെച്ചിട്ടും കർത്താവ് ദിവസങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ വിലയേറിയ സ്നേഹത്തിനും കരുതലിനുമായിട്ട് ഞാനൊരു ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ആത്മീക കൂട്ടായ്മയുടെ അതേ ആത്യന്തികമായ ദൈവസഭയുടെ ഭാഗമാകുവാൻ ഒരുപക്ഷെ പേരുകൊണ്ട് വിവിധ സ്ഥാപനങ്ങളുടെയോ വിവിധ സ്തോത്രം പ്രസ്ഥാനങ്ങളുടെയൊക്കെ നടുവിലായിരിക്കാം നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. എന്നാൽ സത്യത്തിൽ ആത്യന്തികമായി നമ്മളെല്ലാവരും കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അവന്റെ മണവാട്ടി സഭയുടെ അംഗങ്ങളാണ്. സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ചേർക്കപ്പെടുന്ന, അല്ലെങ്കിൽ കർത്താവ് നമ്മളെ ചേർക്കാൻ വരുന്ന ആ ദിവസം മനസ്സിലാകും. നമ്മളെല്ലാവരും അവന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. ഒരുപക്ഷെ ഇന്ന് നമ്മൾ സൂമിൽ കൂടി കാണുന്നു. ഒരുപക്ഷെ ദൈവത്തിന്റെ ദാസൻ പലപ്പോഴും പറയുന്നത് പോലെ നമ്മൾ ഇതുവരെ പരസ്പരം കണ്ടിട്ട് പോലുമില്ല. സ്തോത്രം. ഇനി ഒരുപക്ഷെ കാണാൻ സാധ്യതയുമില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ അത് സംഭവിക്കുന്നുവെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങളും നമ്മളായിരിക്കുന്ന ഓരോ സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും രൂപാന്തരപ്പെട്ട ശരീരവുമായി ഈ സഭകൾക്ക് ദൂതറിയിച്ച യഥാർത്ഥ ദൂതുവാഹകനായിരുന്നു, യഥാർത്ഥ ദൂതനായിരുന്നു, അല്ലെങ്കിൽ യഥാർത്ഥ സത്യങ്ങൾ വെളിപ്പെടുത്തി യോഹന്നാന് കൊടുത്തുകൊണ്ടിരുന്ന സാക്ഷാൽ നമ്മുടെ യേശു കർത്താവിനെ നമ്മൾ മുഖാമുഖമായി കാണും. സ്തോത്രം. അന്ന് നമുക്ക് മനസ്സിലാകും കർത്താവ് അന്ന് സത്യത്തിൽ ഈ പാട്ട് ഒന്നുകൂടി നമുക്ക് ഹൃദയംഗമായി കേവലം അത് വാക്കുകളാൽ മാത്രമല്ല, ഒരുപക്ഷെ നമ്മൾ പാട്ടുപാടത്തിലായിരിക്കും, പക്ഷെ അത് ഹൃദയത്തിനകത്തു നിന്ന് ഭയങ്കര സ്വരങ്ങളായി നമ്മുടെ അകത്തു വരും. സ്തോത്രം. കർത്താവേ, നിന്റെ കൃപയാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. സ്തോത്രം. രൂപാന്തരപ്പെട്ട ശരീരവുമായി അന്ന് നമ്മൾ അവന്റെ മുന്നിൽ നിൽക്കുന്ന ആ നാളാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത്. സ്തോത്രം. അതിനുവേണ്ടി ജീവിക്കുവാനാണ് കർത്താവ് നമ്മളെ തിരഞ്ഞ് കൊണ്ടുവന്നത്. സ്തോത്രം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതിനിടയിൽ സംഭവിച്ച വിവിധ കഷ്ടങ്ങൾ, വിവിധ രോഗങ്ങൾ, വിവിധ പ്രയാസങ്ങൾ, വിവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഒരുപക്ഷെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാൻ കഴിയാത്ത, മറ്റുള്ളവരോട് പറയാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകൾ, മറ്റുള്ളവരോട് പറയാൻ കഴിയാത്ത പ്രതികൂലങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെയൊക്കെ കർത്താവ് കടത്തിവിട്ടിട്ട് സ്തോത്രം ദൈവം നമ്മളെ തന്റെ പുത്രനോട് അനുരൂപരാക്കി പെർഫെക്റ്റ് പ്ലാനിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിന്റെ മനോഹര പദ്ധതി അന്ന് നമ്മൾ കാണും. സ്തോത്രം. അന്ന് നമ്മൾ തിരിഞ്ഞു നോക്കി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാനിടയായിത്തീരും. അന്ന് നമ്മുടെ വേദനകൾക്കായും നമ്മുടെ ശോധനകൾക്കായും നമ്മുടെ ജീവിതത്തിൽ തകർന്നു പോയ ആ സെക്കൻഡുകൾക്കായിട്ടും ഒറ്റപ്പെട്ടു പോയ നിമിഷത്തിനായിട്ടും ഒക്കെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്ന ഒരു നാൾ വരുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, വരുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സ്തോത്രം. ഒരു കഷ്ടവും പറവാനില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ ജീവിതമല്ല. സ്തോത്രം. ഒരുപക്ഷെ എനിക്ക് സഹിക്കുവാൻ കഴിയുന്നതിന് ഒരുപക്ഷെ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയത്തില്ലായിരിക്കാം. നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ എനിക്ക് സഹിക്കാൻ കഴിയത്തില്ലായിരിക്കാം, മറ്റുള്ളവർക്ക് സഹിക്കാൻ കഴിയുന്നില്ലായിരിക്കാം. എന്നാൽ അവരവരുടേതായ ജീവിതത്തിൽ കർത്താവിനെ നോക്കി ജീവിക്കുവാൻ വേണ്ടുള്ളത് എല്ലാ കഷ്ടങ്ങളിൽ കൂടിയും ദൈവം നമ്മളെ കടത്തിവിടുന്നുണ്ട് കേട്ടോ. സ്തോത്രം. അതിനൊക്കെ അന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാനിട അതിനു വേണ്ടിയും ദൈവത്തിന് കൃപയായിരുന്നു എന്ന് നമ്മൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു നാളുണ്ട്. കാരണം നമ്മൾ പ്രാർത്ഥിച്ച പല വിഷയങ്ങൾക്കും ഒരുപക്ഷെ മറുപടി വേഗത്തിൽ ലഭിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഈ ബൈബിൾ ക്ലാസ്സിന് ഒരുപക്ഷെ പങ്കെടുക്കാൻ സാധ്യതയില്ലായിരുന്നു. സ്തോത്രം. നമ്മളിങ്ങനെ ഇരിക്കാൻ ഒരുപക്ഷെ നമ്മൾ ബിസി ആയി പോയനെ, കുറച്ചുകൂടി നമ്മൾ തിരക്കായി പോയനെ. ഒരുപക്ഷെ അങ്ങനെ ഒരു ജോലി നമുക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി സാമ്പത്തികം കിട്ടി നമുക്ക് ചിലരെയൊക്കെ സഹായിക്കാൻ പറ്റിയേനെ. പക്ഷേ നമ്മൾ ഒരുപക്ഷെ ഈ വചനത്തിന്റെ സത്യങ്ങളെയും കർത്താവിന്റെ മാറ്റമില്ലാത്ത കൃപയും മനസ്സിലാക്കി ദൈവത്തിന്റെ സ്നേഹത്തെ നന്ദിയോടെ സ്തുതിക്കാൻ അവസരങ്ങളില്ലാതെ പോയേനെ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആണ് എല്ലാ സാഹചര്യങ്ങൾ കൂടി കടത്തിവിട്ട. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപയാണ്. ആ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ പ്രിയ ദൈവദാസനോടൊപ്പം നമുക്ക് കഴിയട്ടെ. സ്തോത്രം. ഒരു യോഗ്യതയും പറയാനില്ല. സ്തോത്രം. നമ്മൾ ആദമിന്റെ ജീവിതം മുതൽ ഇന്ന് ആയിരിക്കും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം വരെ നമ്മൾ നോക്കിയാലും നമുക്കൊന്നും പറവാനില്ല. സ്തോത്രം.
നമുക്കൊന്നും പറവാനില്ല. അഥവാ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ക്രൂശിലല്ലാതെ നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. സ്തോത്രം. കർത്താവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ നമുക്കൊന്നുമില്ല. അതാണ് യഥാർത്ഥ ദൈവസ്നേഹത്തിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന വാസ്തവമായ സത്യം. ഇതിനിടയിൽ ആരെങ്കിലും തങ്ങളുടേതായ പ്രവർത്തികളിലോ ജീവിതത്തിന്റെ വഴി നടത്തപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലോ നമ്മൾ വല്ലാതെ സ്തോത്രം പ്രശംസിക്കാനിടയായിത്തീരുന്നെങ്കിൽ അത് പരാജയമാണ്. അത് വല്ലാത്ത കുഴപ്പമുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. കർത്താവ് നമ്മളെ പിടിച്ചു കയറ്റാത്ത ഒരു വഴിയിലും നമ്മൾ കയറി നിന്നിട്ടില്ല. സ്തോത്രം. ദൈവം നമ്മളെ ആക്കി വയ്ക്കാത്ത ഒരു സാഹചര്യത്തിലും നമ്മൾ ആയിത്തീർന്നിട്ടില്ല. ദൈവം നമ്മളെ നിർത്തിയത് കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. സ്തോത്രം. അങ്ങനെയുള്ള ദൈവത്തിന്റെ ശക്തിയെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ പാട്ട് ഹൃദയംഗമായി മനസ്സിലാക്കി ദൈവത്തിനെ സ്തുതിക്കാൻ കഴിയുന്നത്. കർത്താവേ, കൃപ ഒന്ന് മാത്രോപ്പാ. ദൈവമേ, നിന്റെ സ്നേഹം ഒന്ന് മാത്രം, നിന്റെ ദയ ഒന്ന് മാത്രം, നിന്റെ കരുണയൊന്നു മാത്രം നീ തേടി വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഒന്നുമില്ലായിരുന്നു. സ്തോത്രം. ഒരു യോഗ്യതയും പറവാനില്ലാത്ത ഈ ലോക ജീവിതത്തിന്റെ യാത്രയിൽ ദൈവം നമ്മളെ തേടി വന്ന ദൈവത്തിന്റെ സ്നേഹത്തിന് മുഖാന്തരത്തിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, അന്ന് ഈ ബൈബിൾ ക്ലാസ്സിനെ ഓർത്തും ദൈവത്തെ നമ്മൾ നന്ദിയോടെ സ്തുതിക്കും. സ്തോത്രം. കാരണം ഇങ്ങനെയുള്ള സാഹചര്യം കൂടി കടത്തിവിട്ട് നമ്മൾ അറിയാതെ ഇങ്ങനെയുള്ള വചനങ്ങളെ കേൾക്കുവാനും ഇങ്ങനെയുള്ള വഴികളിൽ കൂടി സഞ്ചരിക്കുവാനും അനുഗ്രഹീതരായ ദൈവത്തിന്റെ ദാസന്മാരെ അതിനുവേണ്ടി ദൈവം ഒരുക്കി നിർത്തി ദൈവത്തിന്റെ പദ്ധതികളിലേക്ക് നമ്മളെ കൊണ്ടുവന്നതൊക്കെ ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ദിവസമുണ്ട്. സ്തോത്രം. കുഞ്ഞാടിന്റെ കല്യാണം വരുന്ന ദിവസം ക്ഷണിക്കപ്പെട്ട സ്തോത്രം അതിഥികളുടെ കൂട്ടത്തിൽ നമ്മളും ഇങ്ങനെ പുറകെ നിന്ന് ദൂരത്തിൽ നിന്ന് അത് കണ്ട് സന്തോഷിക്കുന്ന ഒരു ദിവസമുണ്ട്. സ്തോത്രം. കർത്താവ് തന്റെ പൂർണ്ണ മഹത്വത്തിൽ സ്തോത്രം കേവലം മറുരൂപമലയിൽ പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനും വെളിപ്പെട്ട ഒരു ശക്തിയായിട്ടല്ല, അതിനേക്കാൾ സ്തോത്രം അവിടെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് അറിയാമല്ലോ. സ്തോത്രം. ഒരു മനുഷ്യനും വെളിപ്പിക്കാൻ കഴിയാത്ത വെള്ളപോലെ സ്തോത്രം യേശുവിന്റെ പ്രകാശം അവർ കണ്ടുവെങ്കിൽ യഥാർത്ഥ ശോഭയോടുകൂടി യഥാർത്ഥ ഗ്ലോറിയോടുകൂടി വെളിപ്പെടുന്ന യേശുവിനെ കാണാൻ സ്തോത്രം ആകപ്പെട്ടവരുടെ ലിസ്റ്റിലുള്ളവരാണ് ഞാനും നിങ്ങളും. സ്തോത്രം. ലോകത്തിന്റെ മഹത്വം ഒക്കെ കളഞ്ഞിട്ട് ഓടുന്നത് അതുകൊണ്ടാണ്. സ്തോത്രം. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. എന്നാൽ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ദൈവേഷ്ടം ചെയ്യുവാൻ വേണ്ടി ഓടുന്നവരുടെ ലിസ്റ്റിലാകുവാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. സ്തോത്രം. കർത്താവദാസൻ വേഗത്തിൽ തന്നെ ജോയിൻ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. ഈ ദിവസങ്ങളിൽ അതുകൊണ്ട് എപ്പോഴും കർത്താവിന്റെ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ, കർത്താവിന്റെ സ്നേഹത്തെ മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ഇതിനിടയിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരുപക്ഷെ അയൽക്കാർ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം, ചാർച്ചക്കാർ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം, ജോലി സ്ഥലത്ത് നമ്മൾ അപമാനിക്കപ്പെടുന്നുണ്ടായിരിക്കാം, പഠന മേഖലകളിൽ നമ്മളെ മാറ്റി നിർത്തുന്ന സാഹചര്യങ്ങൾ വന്നേക്കാം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, യേശു പോയ വഴിയിൽ കൂടി നമ്മൾ സഞ്ചരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. സ്തോത്രം. കാരണം ഇടുക്കുവാതിലിലൂടെ കടന്നു പോകാൻ വിളിക്കപ്പെട്ട ഒരു കൂട്ടമാണ് ഞാനും നിങ്ങളുമെങ്കിൽ യേശു പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുവാൻ ആരെങ്കിലും ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ തന്നെത്താൻ ത്യജിച്ച് ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്തോത്രം. നമ്മൾ യേശുവിനെ അനുഗമിക്കുകയാണ്. ലോകത്തിന്റെ മഹത്വങ്ങളുടെ പുറകെ ഓടുമ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ മഹത്വത്തിന് പുറകെ പോവുകയാണ്. സ്തോത്രം. ആ മഹത്വം എന്ന് പറയുന്നത് ലോകത്തിൽ ഒരു മനുഷ്യനും തരാൻ പറ്റത്തില്ല, ലോകത്തിൽ ഒരു ഡിഗ്രിക്കും തരാൻ പറ്റത്തില്ല, ലോകത്തിൽ ഒരു ജ്ഞാനത്തിനും തരാൻ പറ്റത്തില്ല. സ്തോത്രം. ലോകത്തിൽ ഒരു സർട്ടിഫിക്കറ്റിനോ ലോകത്തിന്റെ വലിയ വ്യക്തിയുടെ സ്തോത്രം ഉയർച്ചകളുടെ വാക്കുകൾക്കോ തരാൻ കഴിയാത്ത മഹത്വമാണ് ക്രിസ്തുവിന്റെ ഉള്ളിലുള്ളത് എന്ന് ക്രിസ്തുവിലുള്ളത് എന്ന് മനസ്സിലാക്കിയും നമ്മൾ അവന്റെ പുറകെ പോകുകയാണ്. അപ്പോൾ തീർച്ചയായും സ്തോത്രം കഷ്ടങ്ങളുടെ വഴികളോ ഒരുപക്ഷെ യേശു പോയതിന് സമാനമായ അപ്രകാരമുള്ള ഒരു കഷ്ടത്തിൽ കൂടി നമ്മൾ കടന്നു പോകുന്നില്ലെങ്കിൽ അതിന് സമാനമായ ചില ജീവിത സാഹചര്യങ്ങൾ കൂടി ഒരുപക്ഷെ നമ്മൾ കടന്നു പോകാം. കൂടെ നിന്നവർ യേശുവിനെ യൂതൊറ്റിക്കൊടുത്തതുപോലെ ഒരുപക്ഷെ ഇന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന വ്യക്തികൾ നാളെ നമ്മളെ മാറി നിന്ന് കുറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട്. സ്തോത്രം. ഇന്ന് നമ്മളെ കുഴപ്പമില്ല എന്ന് പറയുന്ന വ്യക്തികൾ ഒരുപക്ഷെ നാളെ നമ്മളെ മാറ്റി നിർത്തുവാൻ സാധ്യതയുണ്ട്. സ്തോത്രം. ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്ന പലരും മാറിപ്പോകുവാൻ സാധ്യതയുണ്ട്. മർത്യരെല്ലാം വാക്കുമാറുമെന്ന് നമ്മൾ പാട്ട് പാടുന്നത് പോലെ എൻ്റെ യേശു വാക്കുമാറാത്തവൻ. സ്തോത്രം. യേശു ഒരിക്കലും മാറത്തില്ല. അതുകൊണ്ടല്ലേ യേശു കർത്താവ് പറഞ്ഞത്, വാനത്തിന് മാറ്റം സംഭവിക്കാം,
ഭൂമിക്ക് മാറ്റം സംഭവിക്കുക. നമ്മൾ ഇന്ന് കാണുന്ന ഭൂമി ആമേൻ ദൈവത്തിന്റെ രാജ്യത്തിനായി വഴിമാറി കൊടുക്കും. സ്തോത്രം. എന്നാൽ എൻ്റെ യേശുവിന് ഒരു മാറ്റവുമില്ല. യേശു കർത്താവ് സ്തോത്രം തോമസിനോട് പറയുന്നൊരു വാക്കുണ്ട്, നീ എൻ്റെ വിലാപ്പുറത്തേക്ക് നോക്ക്, നീ എൻ്റെ കരങ്ങളിലേക്ക് നോക്ക്, എന്നിട്ടേ നിനക്ക് വിശ്വസിക്കാൻ കഴിയത്തുള്ളെങ്കിൽ നീ വിശ്വസിച്ചാട്ടെ, ഞാൻ ജീവനുള്ളവനാണ്. സ്തോത്രം. യേശു തെരഞ്ഞെടുത്തൊരു മനുഷ്യന് വേണ്ടി എന്ത് ചെയ്യുവാൻ തയ്യാറായി യേശു ഇങ്ങനെ മുന്നിൽ വന്ന് വെളിപ്പെട്ട് നിന്നതുപോലെ ദൈവം മഹത്വത്തോടെ വെളിപ്പെട്ട് ഇന്ന് രാത്രികാലം നമ്മുടെ മുന്നിൽ നിന്നുകൂടെ സംസാരിക്കാം, മകനെ മകൾ, എനിക്ക് നിന്നെ വിടുവാൻ മനസ്സില്ല. സ്തോത്രം. ഞാൻ പലപ്പോഴും സന്തോഷത്തോടെ ദൈവത്തെ ഓർത്ത് സ്തുതിക്കുന്ന ഒരു ഭാഗമാണ് സ്തോത്രം, ഗന്നേസരത്ത് തടാകത്തിൽ യേശു പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാന്റെ മുന്നിൽ വന്ന് പുലർച്ചെ രാവിലെ വന്ന് നിൽക്കുന്നൊരു വിളി, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുണ്ടോ? സ്തോത്രം. ഞാനത് സ്തോത്രം, ആമേൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. വിജയിച്ച ഒരു പത്രോസിനെ ഒന്നുമല്ല വിളിക്കുന്നത്, പരാജയപ്പെട്ടു എന്ന് അവർക്ക് തോന്നി വെള്ളത്തിലേക്ക് ഇടിച്ച് ചാടപ്പെട്ടവനായി നിൽക്കുന്ന പത്രോസിനോട് പറയാ, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ ദൈവം നമ്മൾ എത്ര വട്ടം തേടി വന്നു. സ്തോത്രം. കർത്താവിന്റെ യോഗ്യതയല്ലാതെ, കർത്താവിന്റെ സ്നേഹമല്ലാതെ. സ്തോത്രം. ഞാനിപ്പോൾ ആ വചനം എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്, ക്രൂശ് വരെയല്ല യേശു നമ്മളെ സ്നേഹിച്ചത്, ക്രൂശിനപ്പുറത്തും യേശു നമ്മളെ സ്നേഹിച്ചു. സ്തോത്രം. കേവലം കടമ തീർക്കാൻ വന്നുപോയ ഒരു 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 ഇൻകാർണേഷൻ ആയിരുന്നു, ഒരു 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 വെളിപ്പാടായിരുന്നില്ല എൻ്റെ യേശു കർത്താവിൻ്റെത്. കർത്താവ് സ്നേഹിച്ചു കൊണ്ടുവന്നതാ. നമ്മൾ രക്ഷിച്ചേ പറ്റൂ എന്നുള്ള നിർബന്ധം കിടക്കുന്നത് പോലെ കർത്താവ് നമ്മളെ തേടി വന്നത്. അത് മനസ്സിലാക്കിയ പൗലോസാണ് പറഞ്ഞത്, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഈ നിർബന്ധത്താൽ പിടിക്കപ്പെട്ടവരായി തീരുവാൻ ദൈവം നമ്മളെ ഇടയാക്കിയ മനോഹരമായ ദൈവത്തിന്റെ പദ്ധതിക്കായിട്ട് ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. അതുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ മേഖലകളിൽ കുഞ്ഞുങ്ങൾക്ക് വരുന്ന ജീവിത സാഹചര്യങ്ങളോ കുടുംബത്തിൽ വരുന്ന എന്തെങ്കിലും വിഷയങ്ങളോ വരുമ്പോൾ നമ്മൾ ആരും തകർന്നു പോകരുത്. എപ്പോഴും പിശാച് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ തകർത്ത് കളയാനാ. നമ്മളെ തകർത്ത് കളഞ്ഞിട്ട് കേവലം ഭൗതികമായ തകർച്ചകളല്ല, പിശാച് നമ്മളിൽ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ നിന്ന് തന്നെ നമ്മളെ പുറകോട്ട് കൊണ്ടുപോകാനാണ് നോക്കുന്നത്. സ്തോത്രം. മറ്റൊരു വലിയ കാര്യമൊന്നും പിശാചിന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അവന്റെ തന്ത്രം എന്ന് പറയുന്നത് വിശ്വാസത്തിന് നമ്മൾ വീഴിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടി കടന്നു പോകേണ്ടി വരുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ പതറിപ്പോകാതെ നിൽക്കുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. അപ്പോൾ നമ്മളെ ബലപ്പെടുത്തുന്നത് ഇന്ന് നമ്മൾ പാടിയ പാട്ടാണ്, കർത്താവിന്റെ സ്നേഹം. കർത്താവിന്റെ സ്നേഹം. ആരുടെ സ്നേഹം മാറിപ്പോകുമ്പോഴും, ഒരുപക്ഷെ മാതാവിന്റെ പിതാവിന്റെ സ്നേഹം മാറാൻ സാധ്യതയുണ്ട്. സ്തോത്രം. മക്കളുടെ സ്നേഹം മാറിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം ഒരിക്കൽ നമ്മൾ നമ്മുടെ വേദന മനസ്സിലാക്കുന്നത് പോലെ ആർക്കും നമ്മുടെ വേദന മനസ്സിലാക്കാൻ കഴിയത്തില്ല. സ്തോത്രം. നമ്മൾ നമ്മുടെ സാഹചര്യം മനസ്സിലാക്കുന്നത് പോലെ ലോകത്തിൽ ആർക്കും നമ്മുടെ സാഹചര്യത്തെ മനസ്സിലാക്കാൻ കഴിയത്തില്ല. എന്നാൽ നമ്മൾ പോയിട്ടില്ലാത്തതിനേക്കാൾ ശക്തമായ നിലകളിൽ കൂടി ഈ ലോക ജീവിതത്തിൽ കടന്നുപോയി യേശു കർത്താവിന് നമ്മൾ പോകുന്ന എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. യേശു കടന്നു പോയിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയും നമ്മൾ കടന്നു പോകുന്നില്ലെന്ന് പല ദൈവദാസന്മാരെ നമ്മൾ കേൾക്കുന്നത് പോലെ ഇന്ന് രാത്രി നമുക്ക് ഉറയ്ക്കാൻ കഴിയട്ടെ, കർത്താവിന്റെ സ്നേഹം അവിടെയും നമ്മളോടൊപ്പം ഉണ്ട്. സ്തോത്രം. കർത്താവില്ലാത്തൊരു വഴിയിൽ നമ്മളെ ദൈവം കടത്തിവിടുന്നില്ല. സ്തോത്രം. യേശു ഇല്ലാത്തൊരു വഴിയിൽ കൂടി ദൈവം നമ്മളെ കടത്തിവിട്ടിട്ടില്ല. സ്തോത്രം. യേശു നമ്മോടൊപ്പം ഉണ്ട്. യേശു നമ്മോടൊപ്പം ഉണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മൾ സ്തോത്രം ജീവിതത്തിന്റെ കണ്ണുനീരിന്റെ സാഹചര്യങ്ങളിലും ഒറ്റപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിക്കുന്ന സാഹചര്യങ്ങളിലും ഉറക്കം കിട്ടാത്ത ആ രാത്രി ഉണ്ടായിരുന്നല്ലോ, അന്ന് യേശു നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നു. സ്തോത്രം. യേശു നമ്മളെ അറിയുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ അറിയത്തില്ലായിരുന്നു യേശു അവിടെ ഇറങ്ങി വരുന്നുണ്ടെന്ന്. സ്തോത്രം. നിങ്ങൾ അങ്ങോട്ട് പൊയ്ക്കോ, ഡൊമീഷ്യൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചക്രവർത്തി നിന്നെ വിട്ടാലും കുഴപ്പമില്ല, ഞാൻ അവിടെ വന്ന് വെളിപ്പെടാം എന്നൊന്നും യേശു നേരത്തെ കൂട്ടി സ്തോത്രം യോഹന്നാനോട് പറഞ്ഞിരുന്നില്ല. ജീവിതത്തിൽ പ്രതീക്ഷയില്ലാത്ത പത്മോസിനെ പോലെയുള്ള ജീവിത സാഹചര്യങ്ങൾ ഒരുപക്ഷെ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ വരാം. എന്നാൽ സ്തോത്രം കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി സ്തോത്രം സ്തോത്രം അവിടെ നമ്മൾ വായിച്ച കർത്താവിന്റെ ഭക്തൻ നമുക്ക് പറഞ്ഞു തന്ന വാചകങ്ങൾ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഒരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയാത്ത വെളിപ്പാടിനാൽ യേശു പത്മോസിൽ ഇറങ്ങി വന്നു. സ്തോത്രം. യേശു ഇറങ്ങി വരുന്ന ജീവിത സാഹചര്യങ്ങളാണ് നമ്മുടെ ഏകാന്തതകൾ. എപ്പോഴും ഞാനത് പറയാറുള്ള വാക്കുകളാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സ്നേഹം നമ്മളെ കൈവിടുന്നില്ല. ദൈവത്തിന്റെ സ്നേഹത്തെ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ നമ്മുടെ രോഗത്തിന് കഴിഞ്ഞെങ്കിൽ അത് സന്തോഷ വാർത്തയല്ലേ. സ്തോത്രം. കർത്താവിന്റെ സ്നേഹത്തെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ നമ്മുടെ ഒരു ഞെരുക്കം ഇടയായി തീർന്നെങ്കിൽ അത് സന്തോഷ വാർത്തയല്ലേ. സ്തോത്രം. കർത്താവിന്റെ സ്നേഹത്തെ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാൻ നമ്മളുടെ കൂട്ടുകാർ
കൂട്ടുകാർ നമ്മളെ ഒറ്റപ്പെടുത്തിയത് സാഹചര്യം ഇടയായെങ്കിൽ അത് സന്തോഷ വാർത്തയല്ലേ? സ്തോത്രം. കുറച്ച് ഞെരുങ്ങിപ്പോയത് കർത്താവിന്റെ സ്നേഹം മനസ്സിലാക്കാൻ ഇടയായെങ്കിൽ അത് സന്തോഷ വാർത്തയല്ലേ? സ്തോത്രം. കർത്താവിന്റെ സ്നേഹം എത്രയോ ആഴമുള്ളത്. ഞാൻ ഇന്ന് ഈ പ്രസംഗം അല്ലെങ്കിൽ ഞാൻ ഈ വചനത്തിന്റെ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും യേശു നമ്മുടെ നടുവിലുണ്ട്. എന്നിട്ട് യേശു പറയുകയാണ്, യേശു മക്കളെ, നിനക്ക് വർണ്ണിപ്പാൻ കഴിയാത്തതിന്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു പ്രസംഗികന്, ഏറ്റവും വലിയ രീതിയിൽ പ്രസംഗിക്കാൻ കഴിയുന്ന ഒരു പ്രസംഗികന് വർണ്ണിക്കാൻ കഴിയാത്തതിന് എത്രയോ ആഴമുള്ളതായിരുന്നു യേശു ക്രൂശിൽ വന്ന് ചെയ്തു തീർത്ത കർത്താവിന്റെ വലിയ സ്നേഹം. അതേ, സ്തോത്രം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം നമ്മളെ അത്രയ്ക്ക് സ്നേഹിച്ചു. സ്തോത്രം. യേശു സ്നേഹിച്ചതുപോലെ നമ്മളെ ആരും സ്നേഹിച്ചിട്ടില്ല. സ്തോത്രം. ഞാൻ എപ്പോഴും പറയുന്ന വാക്കുകളാണ്. സ്തോത്രം. യേശു നമ്മളോട് ക്ഷമിച്ചതുപോലെ ലോകത്തിൽ ആരും നമ്മളോട് ക്ഷമിച്ചിട്ടില്ല. യേശു നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് പോലെ ലോകത്തിൽ ആരും നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടില്ല. സ്തോത്രം. കർത്താവ് താൻ ഗംഭീരനാഥത്തോടെ കടന്നു വരുമ്പോൾ യേശു പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു രാജ്യം ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം. നമ്മളൊക്കെ അവിടെ ചെന്ന് നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. സ്തോത്രം. ആ സുദിനത്തിനായിട്ട് മാത്രമാണ് നമ്മുടെ സ്വപ്നം. മറ്റൊന്നും നമ്മുടെ സ്വപ്നമാകരുത്. മറ്റൊന്നും നമ്മുടെ ലക്ഷ്യമാകരുത്. ഈ ലോക ജീവിതത്തിന്റെ യാത്രയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന കള്ളപ്രവാചകന്മാർ നമ്മുടെ മുന്നിൽ വന്നിട്ട് ലോകത്തിന്റെ മഹത്വത്തെ എടുത്തു കാണിക്കുന്ന ബൈബിൾ വചനങ്ങളിൽ കൂടി ഒരുപക്ഷെ നമ്മൾ അറിയാതെ തന്നെ ലോകത്തിലേക്ക് വഴുതി വീഴുന്ന സാഹചര്യങ്ങളിൽ പതറിപ്പോകരുതേ. ലോകത്തിലേക്ക് നമ്മുടെ നോട്ടം പോകരുത്. നമ്മുടെ നോട്ടം എന്ന് പറയുന്നത് കർത്താവിന്റെ രാജ്യമാണ്. സ്വതന്ത്രം. കർത്താവിനോടുകൂടെയുള്ള വാസമാണ്. അതിൽ കുറഞ്ഞൊന്നും നമ്മൾ ആഗ്രഹിക്കരുത്. അത് തരാമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. യേശു അതിൽ നിന്ന് ഒട്ടും വാക്കുമാറത്തില്ല. സ്വതന്ത്രം. അത് ഉറപ്പായിട്ടും എനിക്ക് നിങ്ങൾക്ക് ലഭിക്കും. നമ്മളൊക്കെ അവിടെ ചെന്ന് നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. സ്വതന്ത്രം. അന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. സ്വതന്ത്രം. കർത്താവിന്റെ കൃപ എത്ര വലുതായിരുന്നു. സ്വതന്ത്രം. നമ്മൾ കർത്താവിന്റെ ദാസൻ പലപ്പോഴും പറയുന്നത് പോലെ അവിടുത്തെ സ്വർണ്ണ തിരുവീതിയോ അല്ലെങ്കിൽ അവിടെ നമുക്ക് കിട്ടാൻ പോകുന്ന ആ വലിയ മഹത്വമേറിയ ഒരു കിരീടങ്ങളൊന്നുമല്ല നമ്മൾ കർത്താവിനെ കാണും. ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു വിശുദ്ധി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ യേശു കർത്താവ് ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന് നമ്മളെ കാണുവാൻ ആഗ്രഹമുണ്ട്. സ്വതന്ത്രം. നമുക്ക് കർത്താവിനെ കാണുവാൻ ആഗ്രഹമുള്ളതിന്റെ എത്രയോ 10 മടങ്ങ് കർത്താവിന് നമ്മുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹമുണ്ട്. അത് വിശ്വാസത്താൽ ജീവിച്ച് തുടങ്ങിയ ദൈവമക്കൾക്കായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കും. സാക്ഷാൽ ദൈവത്തിന്റെ രാജ്യം നമ്മുടെ ഇടയിലുണ്ടെന്ന് പറഞ്ഞതുപോലെ ദൈവ രാജാവായി വാഴുന്ന രാജ്യത്തിൽ അംഗങ്ങളാകുവാൻ ദൈവം നമ്മളിടയാക്കിയ മനോഹരമായ ദൈവത്തിന്റെ സമയത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഈ സത്യങ്ങളെ മനസ്സിലാക്കി കർത്താവിന്റെ രാജ്യത്തെ നോക്കി ഓടുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. കർത്താവിന്റെ രാജ്യത്തിൽ നിന്നും ദർശനങ്ങൾ മാറുന്ന, കർത്താവിന്റെ രാജ്യത്തിൽ നിന്നും ചിന്തകൾ മാറുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുവാൻ ദൈവം നമ്മളെ പ്രത്യേകമായി സഹായിക്കേണ്ടതിനായിട്ട് ദൈവസനം നമ്മൾ പ്രാർത്ഥനയോടെ ദൈവസനത്തിലായിരിക്കാം. എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും കർത്താവിന്റെ ദാസൻ പാടിയതുപോലെ നമുക്ക് പാടുവാൻ കഴിയുന്ന ഒരു വാക്കുകളാണ് കർത്താവിന്റെ കൃപ. കർത്താവിന്റെ കൃപ അത് നമുക്ക് നാളെ ലഭിക്കാൻ പോകുന്ന ഒരു നന്മയോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിന് ലഭിക്കാൻ പോകുന്ന ഒരു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ലഭിക്കാൻ പോകുന്ന ഒരു ജോലിയൊന്നുമല്ല കർത്താവിന്റെ കൃപ. അതേ കർത്താവിന്റെ ഒരു സഹായം വേണമെന്ന് ചിന്തിച്ചു. പക്ഷേ കർത്താവിന്റെ യഥാർത്ഥ കൃപയെന്ന് പറയുന്നത് ദൈവത്തിന് മകനാക്കിയും മകളാക്കിയും നമ്മളെ തീർത്തതാണ് കേട്ടോ. സ്വത്രം. കർത്താവിനെ മകനാക്കി തീർത്തു, കർത്താവിനെ മകളാക്കി തീർത്തു. സ്വത്രം. പല പ്രസംഗിലും പറയുന്നത് പോലെ നമ്മളെക്കാൾ യോഗ്യത ഉള്ളവർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, നമ്മളെക്കാൾ യോഗ്യത കുറഞ്ഞവരും ഒരുപക്ഷെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എന്നാൽ എന്തോ കർത്താവ് നമ്മളെ തേടി വന്നു. അല്ലെങ്കിൽ എന്തോ കർത്താവിൽ വിശ്വസിക്കുവാൻ ദൈവം നമുക്ക് കൃപയായി, കർത്താവിൽ വിശ്വസിക്കുവാൻ ദൈവം നമുക്ക് ശക്തി തന്നു. ലുദിയയുടെ ഹൃദയത്തെ പൗലോസ് പ്രസംഗിച്ചപ്പോൾ തുറന്നെന്ന് പറയുന്നത് പോലെ എങ്ങനെയോ നമ്മുടെ ഹൃദയം ഇതിലേക്ക് തുറക്കപ്പെട്ടു. ഇപ്പോൾ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ക്രൂശ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, യേശു തേടി വന്നത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പത്രോസ് പറയുകയാണ്, സ്തോത്രം, ഞങ്ങൾ എങ്ങോട്ട് പോകാനാ കർത്താവേ?
നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ടല്ലോ. ഞങ്ങൾ അപ്പത്തിന് വേണ്ടി വന്നതല്ലപ്പാ, വിശക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ പത്രോസ് പറയുകയാണ്, പക്ഷെ അപ്പത്തിന് വേണ്ടിയല്ല നിന്റെ മുന്നിൽ വരുന്നത്. ഞാൻ രോഗിയായിട്ടാണ് ഒരുപക്ഷെ നിന്റെ മുന്നിലായിരിക്കുന്നത്, പക്ഷെ രോഗം മാറാനല്ല ഞാൻ നിന്റെ മുന്നിൽ വന്നത്. സ്തോത്രം, നീ ആരാണെന്ന് മനസ്സിലാക്കി വരികയാണ്. സ്തോത്രം. യേശു അപ്പനുറുക്കുകൾ കൊടുക്കാതിരുന്ന ആ പകലും പത്രോസ് കർത്താവിന്റെ പുറകെ സഞ്ചരിച്ചതുപോലെ ഇനി ഒരു 12 കൊട്ട നിറച്ചു കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് വെളിപ്പാട് കിട്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുമില്ല. പക്ഷെ പത്രോസ് പറയുകയാണ്, ഞങ്ങൾ നിന്നെ വിട്ടിട്ട് എവിടെ പോവാനാ കർത്താവേ? സ്തോത്രം. നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ട്. പത്രോസിന് എങ്ങനെ വെളിപ്പെട്ടെന്ന യേശു കർത്താവ് പറയുന്നത്, ബറിയോനായ ശിമോനെ, സ്തോത്രം, ഇത് പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നതാണ്. സ്തോത്രം. കർത്താവ് വെളിപ്പെടുത്തിയതല്ലാതെ നമുക്കൊന്നും വെളിപ്പെടുത്തി കിട്ടിയിട്ടില്ല. സ്തോത്രം. നമുക്കൊട്ടും പുകഴാനൊന്നുമില്ല. നമ്മളിന്ന് പാടിയതുപോലെ നമുക്കൊന്നും 1% പോലും ഉയരാൻ നമുക്ക് യോഗ്യതയില്ല. പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട ദൈവവചനത്തിന്റെ സത്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്തതുകൊണ്ട് അത് നമുക്ക് മനസ്സിലാകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മാനവും മഹത്വവും കേവലം ദൈവത്തിന് മാത്രം. സ്തോത്രം. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ഓരോ സെക്കൻഡുകളിലും നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ ഇടയാകട്ടെ. നമുക്ക് ഈ വചനം മനസ്സിലാകുന്നെങ്കിൽ, നമുക്ക് ഈ കർത്താവിന്റെ സ്നേഹത്തെ, ആഴത്തെ വലിയ രീതിയിൽ പരീശന്മാർക്ക് ബോധ്യമായില്ല. അവർക്ക് വളരെ വചനത്തെ നന്നായിട്ട് അറിയാവുന്നവരായിരുന്നു, വചനം നന്നായിട്ട് മനസ്സിലാക്കിയവരായിരുന്നു സദൂക്യന്മാർ, അവർ പഠിപ്പിക്കുന്നവരായിരുന്നു. എന്നാൽ യേശുവിനെ മിസ് ചെയ്തു അവർ. എന്നാൽ നമുക്ക് ഈ ദിവസങ്ങളിൽ സദൂക്യരെ പോലെ ഒരുപക്ഷെ വ്യാഖ്യാനിക്കാൻ കഴിയാത്ത ആളുകളായിരിക്കാം. ഒരുപക്ഷെ ലോകത്തിന് മനുഷ്യർ വ്യാഖ്യാനിക്കുന്നത് പോലെ ഒരുപക്ഷെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലായിരിക്കാം. പക്ഷെ ക്രിസ്തു എന്താണെന്ന് നമുക്ക് ബോധ്യമായില്ലേ? യേശു നമുക്ക് വേണ്ടി എല്ലാം ആയിത്തീർന്ന് നമുക്ക് ബോധ്യമായില്ലേ? ആ അടികൊണ്ടത്, സ്തോത്രം, പുറം മുഴുവൻ ഉഴവുചാല് പോലെ കീറിമുറിക്കപ്പെട്ടത് കർത്തൃമേശയിൽ കർത്താവിന്റെ ദാസൻ ഒരുപക്ഷെ പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് അപ്പം എടുത്തിട്ട്, ഈ അപ്പം നോക്കുവീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെട്ട എന്റെ ശരീരമെന്ന് യേശു പറയുന്ന വാക്ക് പകരക്കാരനായിട്ട് നിന്നുകൊണ്ട് ആ ദൈവദാസൻ നമ്മളോട് പറയുമ്പം നമുക്കറിയാതെ തന്നെ തോന്നുന്നില്ലേ, ഗതസമനയിൽ യേശു തകർക്കപ്പെട്ടത്? അത് നമുക്ക് കേൾക്കുമ്പോൾ ലോകത്തിന്റെ മനുഷ്യന് ഒരു ഹിസ്റ്ററിയിൽ ഒരു ചരിത്ര പുരുഷന്റെ കഥ പഠിക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ. എന്നാൽ നമുക്കത് സ്വന്തം ദൈവത്തിന്റെ ശക്തിയാകുന്നില്ലേ? സ്വത്രം. കൊരിന്ത്യാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ ക്രൂശിന്റെ സ്വത്ര കഥയെന്ന് പറയുന്നത് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. സ്വത്രം. എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവത്തിന്റെ ശക്തിയാകുന്നു. സ്വത്രം. അങ്ങനെ ദൈവത്തിന്റെ ശക്തിയായി നമ്മുടെ ലൈഫിലേക്ക് ആ വചനങ്ങൾ ഇറങ്ങി വരുന്നെങ്കിൽ തീർച്ചയായും നമുക്ക് ഉറപ്പിക്കാം, ആ വചനങ്ങളെ ദൈവത്തിന്റെ നടുവിൽ പരിശുദ്ധാത്മാവ് നമ്മൾ ക്രിയ ചെയ്യുന്ന ഒരൊറ്റ കാരണമേ ഉള്ളൂ, നമ്മൾ ദൈവമക്കളായി തീർന്നു. നമ്മൾ ദൈവമക്കളായതുകൊണ്ട് അത് നമുക്ക് ബോധ്യമാകുന്നത്, അത് നമ്മൾ ദൈവമക്കളായതുകൊണ്ട് അത് നമ്മളിൽ ക്രിയ ചെയ്യുന്നത്. സ്തോത്രം. പരിശുദ്ധാത്മാവ് അണയാതെ നമ്മളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. സ്തോത്രം. ആ വചനങ്ങൾ നമ്മളിൽ ക്രിയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് പറഞ്ഞതുപോലെ, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. സ്തോത്രം. അവർ മറ്റുള്ളവരുടെ ശബ്ദം കേൾക്കത്തില്ല, കാരണം അവർക്ക് അത് മനസ്സിലാകത്തില്ല. എന്നാൽ എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവർ എൻ്റെ പുറകെ വരും. സ്തോത്രം. നമ്മൾ യേശുവിൻ്റെ പുറകെ പോകുകയാണ്. സ്തോത്രം. യേശു കടന്നുപോയ വഴികളിൽ കൂടി, തുപ്പലേൽപ്പിക്കപ്പെട്ട വഴികളിൽ കൂടി, ഗദരദേശത്ത് പുറത്താക്കപ്പെട്ട വഴികളിൽ കൂടിയും, അല്ലെങ്കിൽ സ്തോത്രം മറ്റുള്ളവരുടെ സൗഖ്യത്തിനായിട്ട് നിന്നിട്ടും പിന്നീട് മാറി കളിയാക്കിയവരുടെ ആ വഴിയിൽ കൂടി നമ്മൾ സഞ്ചരിക്കേണ്ടി വരും കേട്ടോ. യേശു സഞ്ചരിച്ച പാതയിൽ കൂടി യേശു ഇന്ന് രാത്രിയിലും നമ്മളെ വിളിക്കുക. യേശു പറയുക, ഫോളോ മീ, എന്നെ നിങ്ങൾ പിൻപറ്റ്. നമ്മൾ ലോകത്തിൽ ആരെയും പിൻപറ്റുകയല്ല, യേശുവിനെ പിൻപറ്റുക. നമ്മുടെ മുന്നിൽ ഓട്ടം തികച്ച ഒരു ദൈവദാസനെയുമല്ല നമ്മൾ പിന്തുടരുന്നത്, അവർ ഓടിയ യേശുവിന്റെ പുറകെ നമ്മളും ഓടുക. പൗലോസ് ഓടിയ യേശുവിന്റെ പുറകെ നമ്മളും ഓടുകയാണ്. സ്തോത്രം. പത്രോസ് ഓടിയ യേശുവിന്റെ പുറകെ നമ്മളും ഓടുകയാണ്. സ്തോത്രം. മറിയ ഓടിയ യേശുവിന്റെ പുറകെ നമ്മളും ഓടുകയാണ്. സ്തോത്രം. അക്വില പ്രിസ്കില്ല ദമ്പതികൾ ഓടിയ യേശുവിന്റെ പുറകെ നമ്മളും പോവുകയാണ്. ഈ യേശുവിന്റെ പുറകെ പോകാൻ ഭാഗ്യം ലഭിച്ച ദൈവജനത്തിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മൾ പാടിയതുപോലെ ദൈവസന്നിധി നമുക്ക് എപ്പോഴും ദൈവത്തെ സ്തുതിക്കാനിടയായി തീരട്ടെ. അവന്റെ കൃപയാണ് നമ്മുടെ ജീവിതം, അവന്റെ ദയാണ് നമ്മുടെ ജീവിതം. ആർക്കെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായവരാണ്. ഇനി ആർക്കെങ്കിലും കർത്താവിന്റെ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, എന്നും എല്ലാ നിമിഷവും ദൈവദാസന്മാർ പറയുന്നത് പോലെ ഒന്നുകൂടെ പറയട്ടെ, ആ ക്രൂശിലേക്ക് നോക്കിയാട്ടെ.
യേശു നിങ്ങൾക്കായിട്ട് മരിച്ചു. സ്തോത്രം. യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. യേശു നിങ്ങളെ കരുതുന്നുണ്ട്. എന്തിനാണ് ലോകത്തിന് നമുക്ക് സ്നേഹം? ആരെങ്കിലും സ്നേഹിച്ചവർ സ്നേഹിക്കുന്നില്ലെന്ന് തോന്നുമെങ്കിൽ വേറൊന്നിനും വേണ്ടിയല്ല, യേശുവിന്റെ സ്നേഹത്തെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സ്തോത്രം. യേശു നമ്മളെ എത്രമാത്രം കരുതി എന്ന് മനസ്സിലാക്കാനാ. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ 2 മക്കളിൽ ആമേൻ സ്തോത്രം രണ്ടാമനായിട്ടോ ഒന്നാമനായിട്ടോ ജനിച്ചവനായിരിക്കാം. മാതാപിതാക്കൾ നിങ്ങളെ ആകും പോലെ സ്നേഹിച്ച് കാണത്തില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെ ആകും പോലെ സ്നേഹിച്ച് കാണത്തില്ല. അതെന്തിനു വേണ്ടിയാണെന്നറിയാം. ഞാൻ പലപ്പോഴും അത് പറയാറുണ്ട്. സ്തോത്രം. ഒരുപക്ഷെ ആ സ്നേഹത്തിൽ നിന്നൊക്കെ മാറ്റി വെച്ചിട്ട് എന്തിനാണ്? കർത്താവ് നമ്മളെ അവന്റെ സ്നേഹത്തിന്റെ ആഴത്തെ മനസ്സിലാക്കാനാ. എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിച്ചില്ല പാസ്റ്ററെ, ഞാൻ ഏറ്റവും കൂടുതൽ വേദനിക്കപ്പെട്ട സമയത്ത് ആ ഭർത്താവ് എൻ്റെ കൂടെ കാണുമെന്ന് ഞാൻ ചിന്തിച്ച സെക്കൻഡിലുണ്ടല്ലോ, ആ മനുഷ്യൻ എന്നെ കുറ്റം പറഞ്ഞിട്ട് കളിയാക്കി മാറി നിന്ന് പാസ്റ്ററെ എന്നൊരു കഥ നിങ്ങൾക്ക് പറയാനുണ്ടോ? മറ്റൊന്നിനും വേണ്ടി ആയിരുന്നില്ല, യേശുവിന്റെ സ്നേഹം നിങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കി തരാൻ അങ്ങനൊരു സാഹചര്യം വേണമായിരുന്നു. സ്തോത്രം. ഇനി നിങ്ങൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭാര്യ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് ചിന്തിച്ച ആ സാഹചര്യത്തിൽ ലോകം മുഴുവൻ കൈവിട്ട സമയത്ത് ആമൻ ഇയ്യോബിന്റെ ഭാര്യയെ പോലെ പോയി കെട്ട് ഞാൻ ചത്തോളൂ എന്ന് അങ്ങനെയെങ്കിലും ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞു കാണത്തില്ല, അല്ലെങ്കിൽ അതിന് സമാനമായ ഒരു വാക്കുകൾ നിങ്ങളോട് നിങ്ങളുടെ കുടുംബം ആമൻ ഭാര്യയോ ഭർത്താവോ നിങ്ങളോട് സംസാരിച്ച ഒരു കഥ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് വെറുതെ ആളുകളോട് പറഞ്ഞ് കരയിപ്പിക്കാനുള്ള ഒരു സാക്ഷ്യവാചകങ്ങളാക്കാതെ അന്ന് വെളിപ്പെട്ട ഒരു ദൈവ സാന്നിധ്യം, അന്ന് മനസ്സിലാക്കിയ ഒരു യേശുവിന്റെ സ്നേഹം നിങ്ങൾക്ക് ബോധ്യമായി തരുന്ന ഒരു കാര്യമായിരുന്നു എന്ന് മനസ്സിലാക്കി അത് സാക്ഷ്യമായിട്ട് പറഞ്ഞാട്ടെ. എനിക്ക് യേശുവിന്റെ സ്നേഹത്തെ രുചിച്ചറിയുവാൻ അന്നൊരു ഏകാന്തതയുണ്ടായി, അന്നൊരു ഒറ്റപ്പെടലുണ്ടായി, അന്ന് ഞാൻ ഏകനെന്ന് തോന്നിപ്പോയി. സ്തോത്രം. പൗലോസ് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പറയുന്നു, ആമേൻ, എനിക്ക് സ്നേഹിക്കുന്ന ഒരു നിജപുത്രനുണ്ട്. സ്തോത്രം. എനിക്ക് വേണ്ടി ചരിത്രം എഴുതി കൂടെ നിൽക്കുന്ന ഒരു ലൂക്കോസ് ഉണ്ട്. ഞാൻ വെള്ളത്തിൽ അകപ്പെട്ടു പോയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആമേൻ ഒത്തിരി ദൈവഭക്തന്മാരുണ്ട്. എന്നാൽ എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല. എന്നാൽ അവിടം കൊണ്ട് പൗലോസ് തന്റെ തൂലിക അവസാനിപ്പിക്കുകയല്ല. പൗലോസ് ഇങ്ങനെ ആഡ് ചെയ്യുകയാണ്, എങ്കിലും കർത്താവ് എനിക്ക് തുണ നിന്നു. സ്തോത്രം. കർത്താവ് തുണ നിൽക്കുന്ന ഒരവസ്ഥ മനസ്സിലാക്കാൻ, എല്ലാവരും കൈവിടുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കൂടി കടന്നു പോകുന്നെങ്കിൽ അത് മനോഹരമായ അവസ്ഥയാണെന്നാണ് പല ദൈവദാസന്മാരെ പറയുന്നത് പോലെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ. സ്തോത്രം. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും കർത്താവിന്റെ കൃപയെ മനസ്സിലാക്കാൻ ഓരോ ദിവസവും കഴിയുക എന്നത് മനോഹരമായ ദൈവത്തിന്റെ പദ്ധതികളാണ്. സ്തോത്രം. എന്നാൽ അതിനുവേണ്ടി ഒത്തിരി വില കൊടുക്കേണ്ടി വരും എന്നുള്ളത് സത്യമാണ്. സ്തോത്രം. ആമേൻ. ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ നമുക്ക് കർത്താവിന്റെ സാന്നിധ്യം എന്നും അനുഭവിച്ചറിയാൻ സാധ്യത നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ ലോകത്തിന്റെ സ്നേഹത്തെ ആമേൻ സ്തോത്രം ലാക്ക് ചെയ്യുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരേണ്ടി വരും. സ്തോത്രം. എന്നാലേ നമുക്ക് എപ്പോഴും നമ്മുടെ മക്കൾ നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും നമ്മുടെ ഭാര്യയോ ഭർത്താവോ നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എവിടെയാണ് നമുക്ക് ആ സ്നേഹത്തിന്റെ ആഴം പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത്? ചിലപ്പോൾ മനസ്സിലായി എന്ന് വരത്തില്ല. ചില ആളുകൾക്ക് അതിനോട് കൂടെ മനസ്സിലാക്കാൻ കഴിയും, എന്നാൽ എല്ലാവർക്കും ഒരുപക്ഷെ അതങ്ങനെ മനസ്സിലാക്കാൻ കഴിയത്തില്ല. അതിനുവേണ്ടിയല്ലേ ചില സെക്കൻഡുകളിലേക്കൊക്കെ ഇവർക്ക് എന്താ എന്നെ മനസ്സിലാകാത്തതെന്ന് നമുക്ക് തോന്നുന്നത്, ഇവരെന്താ എന്നെ പെട്ടെന്ന് അങ്ങനെ കോപിച്ചു എന്ന് തോന്നുന്നത്? അത് കർത്താവിന്റെ സ്നേഹം, കർത്താവിന് മാത്രമേ നമ്മളെ പെർഫെക്റ്റായി സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ എന്നൊന്ന് മനസ്സിലാക്കാൻ തരാൻ വേണ്ടി അന്ന് നമ്മളെ കടത്തിവിടുന്ന ഒരു വഴിയാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്നൊന്ന് യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. നമുക്ക് യേശുവിനെ ഓർക്കാൻ ദൈവം തന്നെ എല്ലാ ദിവസവും സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നുണ്ട്. പഠിക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ നിങ്ങൾ കൂടെ പഠിച്ച, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്ത, നിങ്ങൾ എഴുതുവാൻ സഹായിച്ച, നിങ്ങൾ വർക്ക് ചെയ്യുവാൻ സഹായിച്ച, നിങ്ങൾ അവർ വരാത്ത ക്ലാസ്സിൽ നന്നായി ക്ലാസ് എടുത്ത് നിങ്ങൾ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തി, നിങ്ങൾ അറ്റൻഡ് ചെയ്യാതിരുന്ന ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പറഞ്ഞപ്പോൾ, മനസ്സിലാക്കി തരാൻ പറഞ്ഞപ്പോൾ ഒരുപക്ഷെ മനസ്സിലാക്കി തരാറ് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളെ വേണ്ടതുപോലെ കെയർ ചെയ്യാത്തൊരവസ്ഥ നിങ്ങൾക്കുണ്ടായ നല്ലൊരു അവസരമാണ്. ചതിക്കാത്ത യേശുവിന്റെ സ്നേഹത്തെ മനസ്സിലാക്കാൻ ദൈവം ഒരവസരം തരികയാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. കർത്താവ് നമ്മളെ അതിന്റെ പേരിലൊന്നും കൈവിടുന്നില്ല. സ്തോത്രം. അങ്ങനെ ഓരോ ദിവസവും, ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസൻ ജോയിൻ ചെയ്യുന്ന നമ്മൾ വചനം കേട്ടതിന് ശേഷം നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ പെട്ടെന്ന് ഒറ്റപ്പെട്ടെന്ന് തോന്നാം. സ്തോത്രം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭാരം നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. അപ്പോൾ പെട്ടെന്ന് നോക്കിയേ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് അതിനു മുമ്പേ നമ്മുടെ കൂടെയുണ്ട്. പക്ഷെ അത് നമുക്ക് ഈ തിരക്കിനിടയിൽ മനസ്സിലായില്ല. എന്നാൽ ആയിരങ്ങളുടെ നടുവിലായിരുന്നാലും, എല്ലാവരുടെ നടുവിൽ ഒറ്റപ്പെട്ടിരുന്നാലും, സ്തോത്രം, ഇനി യഥാർത്ഥത്തിൽ ഒറ്റപ്പെട്ട് തന്നെ ആയിരുന്നാലും യേശു ഇല്ലാത്തൊരു സെക്കൻഡ് നമ്മുടെ ജീവിതത്തിലില്ല. സ്തോത്രം. അത് സ്തോത്രം. അത് കഠിനമേറിയ കാരാഗ്രഹമായിരുന്നാലും, സന്തോഷകരമായ കൂടെയുള്ള കൂട്ടുകാരെല്ലാം കൂടെയുള്ള നല്ല മീൻ കിട്ടുന്ന ഗന്നേസരത്ത് തടാകമായാലും യേശു നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ
വിജയകരമായ സത്യം. സ്തോത്രം. കർത്താവിന്റെ കൃപയെ നമുക്കങ്ങനെ വർണ്ണിക്കാൻ പോയാൽ നമുക്ക് വാക്കുകൾ പോരാ. സ്തോത്രം. കർത്താവിന്റെ സ്നേഹം വർണ്ണിക്കാൻ നമുക്ക് വാക്കുകൾ പോരാ. കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴത്തെ ഓരോ ദിവസവും മനസ്സിലാക്കി കർത്താവിന്റെ പുറകെ മാത്രം സഞ്ചരിക്കുവാൻ ഇടയാകട്ടെ. ഇതിനിടയിൽ ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ലോകത്തിന്റെ എന്തെങ്കിലും സ്നേഹത്തിന്റെ പുറകെ നിങ്ങൾ ഓടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആരും അങ്ങനെ അല്ല. അങ്ങനെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടാൻ, ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വേദനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ മക്കളിലാണോ നിങ്ങളുടെ മക്കളാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വേദനിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. സ്തോത്രം. നിങ്ങളുടെ മാതാപിതാക്കളാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ വേദനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കൂട്ടുകാരനാണ്, നിങ്ങളുടെ കൂട്ടുകാരിയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? നിങ്ങൾ തീർച്ചയായും വേദനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പാസ്റ്ററാണ് നിങ്ങളെ ഒത്തിരി സ്നേഹിച്ചതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും വേദനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കൂടെ ജോലിക്ക് വരുന്നവരോ അല്ല നിങ്ങൾ ഒരു കാലത്ത് സഹായിച്ചവരോ നിങ്ങളെ ഒത്തിരി സ്നേഹിച്ചെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ വേദനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതെല്ലാം തന്നവനിലാണ് നിങ്ങളുടെ സ്നേഹത്തിന്റെ ഉറവിടമായി നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെങ്കിൽ ഒരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരത്തില്ല. കാരണം യേശുവിന്റെ സ്നേഹം അനുഭവിച്ചറിയാത്ത ഒരു സെക്കൻഡ് പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. യേശുവില്ലാത്തൊരു രാത്രിയില്ല, യേശുവില്ലാത്തൊരു പകലില്ല, യേശുവില്ലാത്തൊരു വേദനയില്ല, യേശുവില്ലാത്തൊരു സന്തോഷമില്ല, യേശുവില്ലാത്ത ഒരു ആനന്ദമില്ല, യേശുവില്ലാത്ത ഒരു കണ്ണുനീരില്ല. സ്വത്രം. യേശുവില്ലാത്തൊരു താഴ്ചയില്ല, യേശുവില്ലാത്തൊരു ഉയർച്ചയില്ല. യേശു എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ആ യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴത്തെ മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ മുന്നോട്ട് കടന്നുപോയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ സഭയുടെ ഓരോ ലേഖനങ്ങളും കർത്താവ് എന്നെ സ്നേഹിച്ചെഴുതിയത് ആണ്. അത് നമുക്ക് മനസ്സിലാക്കി തരുന്നതും കർത്താവിന്റെ സ്നേഹമാണ്. ഈ ദിവസങ്ങളിൽ ആ സ്നേഹത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കി ഒരുപക്ഷെ ഒരു കൂട്ടം വേദനകളുമായി രാത്രിയിൽ കടന്നു വരുമ്പോൾ ഫിലദൽഫിയ സഭയോടുള്ള ഈ ദൂതാണ് കർത്താവിന്റെ ദാസൻ പറയുന്നത് എന്ന് നിങ്ങൾ ഓർക്കരുതേ. അതെ, ആ വേദനയിലായിരിക്കുന്ന യോഹന്നാനോട് കർത്താവ് കൊടുത്ത വാക്കുകളാണിത്. സ്വത്രം. യോഹന്നാൻ വേദനയിലല്ലേ? വേദനയിലാണ്. സ്വത്രം. ഏകാന്തതയിലല്ലേ? ഏകാന്തതയിലാണ്. ദുഃഖത്തിൽ മാനുഷികമായി ചിന്തിച്ചാൽ ദുഃഖത്തിലല്ലേ? തീർച്ചയായും ദുഃഖത്തിലാണ്. സ്വത്രം. സ്വത്രം. നാട് കടത്തപ്പെട്ടതല്ലേ? അത് നാട് കടത്തപ്പെട്ടതാണ്. സ്തോത്രം. തന്റെ മാതാവ് തന്നോടൊപ്പം ഉണ്ടോ? ഇല്ല. സ്തോത്രം. പത്രോസ് ഉണ്ടോ? ഇല്ല. സ്തോത്രം. യോഹന്നാൻ മറ്റ് അന്ത്രയോസ് ഉണ്ടോ? ആരുമില്ല. തന്നോടൊപ്പം ആരുമില്ല. എന്നാൽ അവിടെ അങ്ങനെയുള്ള വേദനാജനമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോഴാണ് ഫിലദൽഫിയയുടെ സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ വേദനകളുമായി ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുമ്പം എന്താ എന്റെ വേദന അറിയാതെയാണോ ഫിലദൽഫിയയുടെ സഭയുടെ ദൂത് എന്നെ പഠിപ്പിക്കുന്നതെന്ന് തോന്നരുത്. ഇങ്ങനെ ഒരു വേദനയുടെ സാഹചര്യത്തിലെ കർത്താവിന് നമ്മളെ ഇത് കൈമാറാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. എല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ കിടന്ന് ഉറങ്ങിക്കളയും. സ്തോത്രം. അല്ലെങ്കിൽ നമ്മൾ വേറെ വല്ല കാര്യത്തിന് വേണ്ടി പോയി കളയും. സ്തോത്രം. ഈ ഏകാന്തതയിലെ യോഹന്നാൻ ഇത് കൈമാറാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. യോഹന്നാൻ ഇത് ബോധ്യമാകത്തുള്ളൂ. ഒത്തിരി ഒച്ചപ്പാടുകളുടെ നടുവിൽ ഈ വെളിപ്പാട് സഭയുടെ വെളിപ്പാട് സ്തോത്രം യോഹന്നാന് മനസ്സിലാവത്തില്ല. എഫസോസിന്റെ നടുവിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് സ്തോത്രം ഇത് വെളിപ്പെടുത്തി കൊടുക്കാമെന്ന് വെച്ചാൽ എഫസോസിലെ കാര്യങ്ങളിൽ ഒത്തിരി തിരക്കേറിയ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ യോഹന്നാൻ ഇതൊന്നും വെളിപ്പെട്ട് വരണമെന്നില്ല. സ്തോത്രം. ഇതൊന്നും മനസ്സിലാകണമെന്നില്ല. അതിന് യോഹന്നാനെ ദൈവത്തിന് ഒറ്റയ്ക്ക് ആവശ്യമായിരുന്നു. അതിനുവേണ്ടി ഒരു രാജാവിനെ ഒരുക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള സാഹചര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കടത്തിവിടുന്നതും ദൈവത്തിന്റെ കൃപയാണ്. സ്തോത്രം. കർത്താവിന്റെ കൃപ മാത്രമാണ്. ആ സ്നേഹത്തെയും മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. സ്തോത്രം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. കർത്താവിന്റെ കൃപയെ ഓരോ ദിവസവും നന്ദിയോട് ഓർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയട്ടെ. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചു നോക്കിയാൽ എപ്പോഴും കർത്താവിന്റെ ദാസൻ പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിന്റെ കൃപ, കർത്താവ് തെരഞ്ഞെടുത്തത്, കർത്താവ് നമ്മളെ തേടി വന്നത്, കർത്താവ് നമ്മളെ ആക്കി വെച്ചത്, കർത്താവിന്റെ തെരഞ്ഞെടുപ്പിന്റെ മുൻകരുതലൊക്കെ ഓർക്കുമ്പോൾ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുവാനിടയായി തീരട്ടെ. സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമ്മുടെ ലൈഫിൽ ലോകം പുകഴുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതിലൊന്നുമല്ല ഒരു ക്രിസ്ത്യാനിയുടെ പുകഴ്ച എന്ന് പറയുന്നത്. ക്രിസ്ത്യാനിയുടെ സന്തോഷം എന്ന് പറയുന്നത് കർത്താവിന്റെ സ്നേഹമാണ്, കർത്താവിന്റെ തെരഞ്ഞെടുപ്പാണ്. ആ സത്യങ്ങളെ മനസ്സിലാക്കി നമ്മൾ ലോകത്തിന്റെ പുറകെ ഓടല്ലേ. സ്തോത്രം. നമുക്കിന്ന് പ്രാർത്ഥിക്കാൻ ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ കാണും. അതിലൊരു പക്ഷേ ഒരു കൂട്ടം പ്രാർത്ഥനാ വിഷയങ്ങൾ ഭൗതികം മാത്രമായിരിക്കും.
ചില ആളുകൾ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി കേവലം ഭൗതികമായി വെച്ചിട്ട് എന്നാ ഭാഷ എൻ്റെ ഈ വിഷയത്തിനൊരു പരിഹാരം ലഭിക്കുന്നത്, ആമേൻ, എന്നാ കർത്താവ് എൻ്റെ ഞാനൊന്ന് മാനിക്കപ്പെടുന്നത്. ഓൾറെഡി നമ്മൾ മാനിക്കപ്പെട്ട് കഴിഞ്ഞു. സ്തോത്രം. ഞാനൊരു ദിവസം ഈ വചനം ഒരിടത്ത് പ്രസംഗിക്കുന്ന സമയത്ത് എനിക്ക് ഉദാഹരണം പറയാൻ പറ്റുന്നില്ല. സ്തോത്രം. ഞാനിങ്ങനെ പല ഉദാഹരണം പറഞ്ഞിട്ട് എനിക്ക് ഉദാഹരണം വരുന്നില്ല. കാരണം ഞാനിങ്ങനെ പറഞ്ഞു, ആമേൻ, ഞാനിങ്ങനെ അവിടുത്തെ മേശയിൽ, ഓഫ്ലൈൻ മീറ്റിംഗ് ആണ്, ഞാനിങ്ങനെ മേശയിൽ പറഞ്ഞു, മേശയുടെ അറ്റത്ത് നമ്മൾ നിത്യതയിൽ കർത്താവിനോടൊപ്പമാണ്, നമ്മൾ ഇവിടെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇവിടെ നിത്യതയിൽ കർത്താവിനോടൊപ്പമാണെങ്കിൽ ഈ ഇത്രയും സ്ഥലത്ത് നമ്മൾ എങ്ങനെ ജീവിക്കുമെന്ന് നമ്മൾ ഓർത്ത് ഭാരപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാനിങ്ങനെ ചോദിച്ചു. അപ്പം അങ്ങനെ പറഞ്ഞ് ഒരു ഉദാഹരണം പറഞ്ഞ്, ആമേൻ, സാധാരണമായ വിശ്വാസത്തിലേക്ക് വരുന്ന ആളുകളാണ് അവിടെ ഉള്ളത്. അപ്പൊ എത്ര പറഞ്ഞിട്ട് ഉദാഹരണം ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് ശരിയാകുന്നില്ല. പിന്നെ ഒരു വിധത്തിൽ ഞാൻ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന കുറച്ച് ഉദാഹരണമൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിച്ച് നിർത്തി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഒരു അങ്കിൾ, സ്തോത്രം, ആമേൻ, പ്രസംഗം കേട്ടോണ്ടിരുന്ന അങ്കിൾ വന്നിട്ട് എന്നോടൊരു നല്ല ഉദാഹരണം പറഞ്ഞു. പക്ഷേ അത് ക്രിക്കറ്റ് മനസ്സിലാകുന്നവർക്കേ മനസ്സിലാകൂ എന്നുള്ളത്. സ്തോത്രം. അദ്ദേഹം പറയുകയാണ്, പാസ്റ്റേ, അതിന് പറ്റിയൊരു ഉദാഹരണം എൻ്റെ കയ്യിലുണ്ട്. സ്തോത്രം. ഞാൻ പറയാം പാസ്റ്റേ. ഞാൻ പറഞ്ഞാട്ടെ. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ക്രിക്കറ്റ് അറിയാൻ വയ്യാത്ത മാതാപിതാക്കൾ എന്നോട് സദയം ക്ഷമിക്കണം. സ്തോത്രം. ആമേൻ. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, ക്രിക്കറ്റിന്റെ കളി നടക്കുന്ന സമയത്ത്, ആമേൻ, ക്രിക്കറ്റ് ഭ്രാന്തന്മാരായ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, ആമേൻ, ആമേൻ, സ്തോത്രം, കളി ജയിക്കാൻ പോകുന്ന സമയത്ത് ആഗ്രഹിക്കുന്ന ഒരു പ്ലെയർ ഔട്ടായി പോയാൽ വലിയ നിരാശ തോന്നും. സ്തോത്രം. ഭയങ്കര വിഷമമാകും. സ്തോത്രം. അയ്യോ, നമ്മുടെ ഇന്ത്യ തോറ്റുപോകുമോ, അല്ലെങ്കിൽ നമ്മുടെ ടീം തോറ്റുപോകുമോ എന്നുള്ള ആകാംക്ഷയോടെ, വളരെ വിഷമത്തോടെ, നിരാശയോടുകൂടി, ഇറിറ്റേറ്റഡ് ആയി, എനിക്ക് ചോറൊന്നും വേണ്ട, ചോറ് കൊണ്ടുവരുന്ന ഭാര്യയൊക്കെ ഓടിച്ചു വിട്ടിട്ട്, അല്ലെങ്കിൽ ചോറ് കൊണ്ടുവരുന്ന മരുമകളെയോ മരുമകനെയോ ഓടിച്ചു വിട്ടിട്ട് വിഷമിച്ച്, ആമേ എനിക്കെന്തോ അറ്റാക്ക് വന്നതുപോലെ, അല്ലെങ്കിൽ നമുക്കെന്തോ ആ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിക്കെന്തോ കുഴപ്പമോ, വേറെ കൊച്ചിന് അഡ്മിഷൻ എന്തോ കിട്ടാത്തത് വന്നതുപോലെ വളരെ വിഷമത്തോടെ ദേഷിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. സ്വത്രം. അങ്ങനെയാണ് ലൈവ് ക്രിക്കറ്റ് കാണുന്നത്. ക്രിക്കറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സഹോദരൻ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, എന്നാൽ ക്രിക്കറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ ജയിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇന്ത്യ ജയിച്ചു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഹൈലൈറ്റ് വരും. ഹൈലൈറ്റ് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഉള്ള ഹൈലൈറ്റ് വീഡിയോ യൂട്യൂബിലോ അല്ലെങ്കിൽ ടിവിയിലോ കാണിക്കും. അത് കണ്ടുകൊണ്ടിരിക്കും ആർക്കും ടെൻഷൻ ഇല്ല. സ്തോത്രം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും പ്രിയപ്പെട്ട പ്ലെയർ ഔട്ടായി പോകുമ്പോഴും അറിയാം, റിസൾട്ട് ഓൾറെഡി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. കാരണം എന്താ? ഇന്ത്യ ജയിച്ചു എന്ന് മനസ്സിലാക്കി. ഇതിനിടയിൽ സംഭവിച്ച കളി നമ്മൾ കാണുന്നുവെന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മളെ അങ്ങേക്കരയിൽ കൊണ്ടിരുത്തി കഴിഞ്ഞു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ കളിയിൽ നമുക്കെന്തിനാ ഇത്ര ടെൻഷൻ? സ്തോത്രം. അങ്ങേക്കരയിൽ നമ്മൾ സേഫ് ആണെങ്കിൽ നമ്മൾക്ക് ഇങ്ങേക്കരയിലെ കാര്യത്തെ ഓർത്തിട്ട് എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? മുന്നോട്ട് നോക്കുമ്പോൾ ചെങ്കടലായിരിക്കാം, പുറകോട്ട് നോക്കുമ്പം വലിയ സൈന്യമായിരിക്കാം. സ്തോത്രം. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലായിരിക്കാം. എന്നാൽ ഇസ്രായേൽ ജനത്തെ പോലെ പിറുപിറുക്കരുതേ. സ്തോത്രം. വിളിച്ചവൻ വിശ്വസ്തനെങ്കിൽ കനാൻ നാട്ടിൽ എത്തുന്നത് വരെയും നടത്തുവാൻ വിശ്വസ്തനായ ദൈവമാണ്. കാരണം അവൻ നമുക്ക് കനാൻ നാട് തരാമെന്ന് പറഞ്ഞു. സ്തോത്രം. കനാൻ നാട് ഭക്തരായ നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തില് ഒരു അമേരിക്കൻ പട്ടണമല്ല അത്. സ്തോത്രം. അയർലൻഡിലെ മട്ടുപ്പാവുമല്ലത്. സ്തോത്രം. ഏറ്റവും സന്തോഷകരമായി നമ്മൾ ചിന്തിക്കുന്ന ഒരു ജോലി സ്ഥാപനത്തിലെ നല്ലൊരു ചെയറുമല്ലത്. സ്തോത്രം. പിന്നെ എന്താ നാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ, നിത്യതയിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ സൗധത്തിൽ ഇരുത്തപ്പെട്ടാൻ വിളിക്കപ്പെട്ടവരുടെ ലിസ്റ്റിൽ ഞാനും നിങ്ങളും എത്തപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഇന്നത്തെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണാൻ. സ്തോത്രം. അത് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വളരാൻ വെച്ചിരിക്കുന്ന വഴികളാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. സ്തോത്രം. ആമേൻ. കർത്താവിന്റെ ദാസൻ ജോയിൻ ചെയ്തിട്ടില്ല ഇതുവരെയും. സ്തോത്രം. അതുകൊണ്ട് 1-2 മിനിറ്റുകൾ കൂടി ആമേൻ കർത്താവിന്റെ ദാസനെ നോക്കിയിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടുകൂടി അവസാനിപ്പിക്കാൻ ഞാൻ വിചാരിച്ചിട്ട് കർത്താവിന്റെ ദാസൻ ജോയിൻ ചെയ്യുന്നതാണ്. സ്തോത്രം. വേഗത്തിൽ നമുക്ക് അവസാനിപ്പിക്കാം. സ്തോത്രം. കർത്താവിന്റെ സ്നേഹത്തെ നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രികാലം ഇപ്രകാരം പ്രതീക്ഷിക്കാതെ കർത്താവിന്റെ ദാസന പാട്ട് പാടുകയും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴത്തെ ഒന്നുകൂടി ഒരുമിച്ച് ചിന്തിക്കുവാൻ ദൈവം നമ്മളുടെ ആക്കിയല്ലോ. ദൈവമക്കളെ, ആരെങ്കിലും ഷെയർ ചെയ്യുവാൻ കഴിയാത്ത മാനസിക സമ്മർദ്ദങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ മോശനെ ഞാൻ ചൂഷണം ചെയ്യുകയല്ല. നമുക്കൊറ്റ കാര്യമേ ഉള്ളൂ, കർത്താവിന്റെ സ്നേഹത്തെ ക്രൂശിലും നമുക്കൊന്ന് മനസ്സിലാക്കാം. നമുക്ക് നാളെ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഭാരപ്പെടുന്ന ഒരു പ്രാർത്ഥനാ വിഷയത്തിന് ഇനി മറുപടി ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. ഓൾറെഡി നമുക്ക് വേണ്ടിയുള്ള അത്ഭുതം ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നു കഴിഞ്ഞു. സ്തോത്രം. ക്രൂശിൽ യേശു ഇങ്ങനെ പറഞ്ഞു, സകലതും
നിവർത്തിയായി. ജെയിംസിന് വേണ്ടിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി യേശുവിന് എത്രമാത്രം അത്ഭുതം ചെയ്യണമായിരുന്നോ ആ അത്ഭുതം യേശു ചെയ്തു കഴിഞ്ഞു. ഇനി അങ്ങനെ ഒരു അത്ഭുതം യേശുവിനെ പോലും നമുക്ക് വേണ്ടി ചെയ്യാനില്ല. യേശു അത്ഭുതം ചെയ്തു കഴിഞ്ഞു. അവൻ്റെ മകനാക്കി മകളാക്കി നമ്മളെ തീർത്തെങ്കിൽ ആ സ്നേഹത്തെ ഓർത്തിനി നമുക്ക് ജീവിച്ചാൽ മതി. അത്രത്തോളം ആഴമാണ് യേശുവിൻ്റെ സ്നേഹം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്നില്ലെങ്കിൽ അത് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കുഴപ്പമല്ല, അത് നിങ്ങൾക്ക് ആ സ്നേഹത്തിൻ്റെ അടുക്കിലേക്ക് ഇനി വരുവാൻ ബാക്കിയുണ്ടെന്നുള്ളതാണ് സത്യം. സ്തോത്രം. യേശു ഇന്ന് രാത്രികാലം ആ ക്രൂശിന്റെ സ്നേഹത്തിലേക്ക് നമ്മളെ വിളിക്കുന്നു. അതേ, തോമസിന്റെ മുന്നിൽ വിലാപ്പുറത്തെ ആ വേദന മുറിവ് കാണിച്ചിട്ട് യേശു കാണിച്ചതുപോലെ ഞാൻ ഒരു ചെറിയ സാക്ഷ്യം ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. സ്തോത്രം. അതിങ്ങനെ പൊതുവിൽ പറയുന്നത് ശരിയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും എൻ്റെ മാതാപിതാക്കൾ തുല്യമായി ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെ മുന്നിൽ പറയുന്നത് കൊണ്ട് തെറ്റില്ലെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. സ്തോത്രം. ആമേൻ. ഞാൻ ചെറുപ്പമായിരിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ മാതാപിതാക്കളെ ചിലപ്പോഴൊക്കെ നമ്മൾ സഹായിക്കാതിരിക്കും. അപ്പം ചിലപ്പോൾ നമ്മുടെ പപ്പ പറയും, ആമേൻ, എടാ അമ്മയൊന്ന് സഹായിക്കാട്ട് എന്ന് പറയും. അപ്പം എന്നോടും ഇങ്ങനെയൊക്കെ പറയും, സ്തോത്രം, ആമേൻ പോയി ചെയ്യുക, അതൊന്ന് ചെയ്തു കൊടുക്കടാന്നൊക്കെ പറയും. സ്തോത്രം. എന്നാൽ അന്നത്തെ പ്രായത്തിനനുസരിച്ച് ആമേൻ സ്തോത്രം പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ ചെയ്യും. സ്തോത്രം. ചില കാര്യങ്ങളൊക്കെ ചെയ്യത്തില്ല. സ്തോത്രം. അപ്പോൾ ഞങ്ങളുടെ വീടിന്റെ കുറച്ച് താഴെ സ്റ്റെപ്പിൽ നിന്നാണ് കിണർ. അപ്പം വെള്ളം കോരി മേളിൽ കൊണ്ടുവരണം. അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അമ്മയെ കൊണ്ട് വെള്ളം നീ കോരിക്കരുത്, സ്തോത്രം, നീ തന്നെ വെള്ളം കൊണ്ടുവരണം. ആമേൻ. എനിക്ക് കൃത്യമായ കാര്യങ്ങളൊന്നും അറിയത്തില്ല, ചെറുപ്പമാണ്. സ്തോത്രം. ആമേൻ. എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അമ്മയ്ക്ക് ഒത്തിരി ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. പക്ഷെ എനിക്കതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. സ്തോത്രം. ആമേൻ. അന്നത്തെ കാലത്ത്. അപ്പോൾ ഒരിക്കൽ എൻ്റെ പിതാവ് എന്നോട് ചെയ്ത ഒരു കാര്യം എന്നെ ഇപ്പോഴും ചിന്തിപ്പിക്കാറുണ്ട്. സ്തോത്രം. അതിങ്ങനെയാണ്. അത് പൊതുവിൽ പറയുന്നത് നിങ്ങൾക്ക് വിഷമം തോന്നരുത്. സ്തോത്രം. ആമേൻ. എൻ്റെ പിതാവ് ഒരിക്കൽ ആമേൻ എന്നോട് പറഞ്ഞിട്ട് പോയി, താഴെ നിന്ന് വെള്ളം കോരി ആമേൻ വെക്കണമെന്ന് പറഞ്ഞിട്ട് പോയി. സ്തോത്രം. അന്ന് ഞങ്ങളുടെ വീട്ടിൽ മോട്ടറൊന്നുമില്ല. സ്തോത്രം. അന്ന് അദ്ദേഹം ഞാൻ പക്ഷേ അന്ന് ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് തിരികെ വന്നിട്ട് ഞാൻ വീട്ടിലായിരിക്കുന്ന സമയത്ത് എൻ്റെ പിതാവ് ആമേൻ ദൂരെ നിന്ന് വന്നു. എനിക്ക് എൻ്റെ പിതാവിനെ ഭയങ്കര പേടിയാണ്. സ്തോത്രം. ഞാൻ ക്രിക്കറ്റ് ബോളെല്ലാം കളഞ്ഞ് ഓടി എൻ്റെ വീട്ടിൽ വന്നു. സ്തോത്രം. വീട്ടിൽ വന്ന് ആമേൻ അവിടെ നിന്ന സമയത്ത് അന്ന് എൻ്റെ പിതാവ് എന്നെ അടിച്ചില്ല. സ്തോത്രം. അന്ന് എൻ്റെ പിതാവ് എന്നെ അടിച്ചില്ല. സ്തോത്രം. അടിക്കുന്നതിന് പകരം എൻ്റെ പിതാവ് ഇങ്ങനെയാണ് ചെയ്തത്. എൻ്റെ പിതാവ് എൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട്, സ്തോത്രം, ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കൊണ്ടു നിർത്തി. എൻ്റെയും എൻ്റെ സഹോദരിയുടെ മുന്നിൽ ഇങ്ങനെ കൊണ്ടു നിർത്തി. എന്നിട്ട് സ്തോത്രം, വയറിന് മുകളിൽ ഇങ്ങനെ സാരി ഉടുത്തിരിക്കുകയാണ് അമ്മ. സ്തോത്രം. എന്നാൽ വയറിന് കുറച്ച് താപ്പോട്ട് സ്തോത്രം അല്പ താഴേക്ക് ആ സാരി ഇങ്ങനെ എൻ്റെ പിതാവ് ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ട് പറഞ്ഞു, കണ്ടോടാ, നിന്നെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നിന്റെ അമ്മയ്ക്ക് വന്ന വേദന നിമിത്തം ഓപ്പറേഷൻ ചെയ്ത് പല രീതിയിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അന്നുണ്ടായ മുറിവാണിത്. ഈ മുറിവ് നിമിത്തമാണ് ഞാൻ നിന്നോട് പറയുന്നത്, നിന്റെ അമ്മയെ കൊണ്ട് വെള്ളം ചുമപ്പിക്കരുതെന്ന്. ഞാൻ ആ മുറിവ് കണ്ട് ഞെട്ടിപ്പോയി. സ്തോത്രം. ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, തോമസിന്റെ മുന്നിൽ വന്ന് യേശു കാണിക്കുന്നു. എൻ്റെ അമ്മയെ അങ്ങ് മറന്നേക്കെ. സ്തോത്രം. തോമസിന്റെ മുന്നിൽ വന്നിട്ട് യേശു തന്റെ വിലാപ്പുറവും, യേശു തന്റെ സ്തോത്രം മുറിവേറ്റ കൈയും കാണിച്ചിട്ട് പറയുകയാണ്, സ്തോത്രം, ഇനി തോമസേ, നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? അമ്മൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് പോലും ഇല്ലാത്ത ഒരു ശരീരത്തിന് ഉടമകളാക്കിയ നമ്മുടെ കുറവുകൾ മാറിയാണ് നമ്മൾ രൂപാന്തരപ്പെടുന്നത്. എന്നാൽ യേശുവിന്റെ രൂപാന്തരപ്പെട്ട ശരീരത്തിൽ മുറിവുകളോട് കൂടെയാണ് ആയിരിക്കുന്നത്. സ്തോത്രം. അതെന്താണ് കാണിക്കുന്നത്? യേശു നമ്മളെ ഇത്രത്തോളം സ്നേഹിച്ചു. സ്തോത്രം. യേശു നമ്മളെ സ്നേഹിച്ചതുപോലെ ലോകത്തിൽ ആരും നമ്മളെ സ്നേഹിച്ചില്ല. അവന്റെ മുറിവുകൾ അതിന് സാക്ഷിയാണ്. ലോകത്തിൽ ആരുടെയെങ്കിലും സ്നേഹത്തിന് നിങ്ങൾ കൊതിക്കുന്നവരാണെങ്കിൽ വിട്ടേക്ക്. ആ സ്നേഹമൊന്നും നമുക്ക് വേണ്ട. ക്രൂശിലെ സ്നേഹത്തോളം നമുക്ക് സ്നേഹം കിട്ടിയിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ അവന്റെ വിലാപ്പുറത്തേക്ക് നിന്ന് നോക്കുക. നമ്മളെല്ലാ കർത്തൃമേശ സമയങ്ങളിൽ പറയുന്നത് പോലെ റൊട്ടി മുറിക്കപ്പെടുന്നത് യേശുവിന്റെ ശരീരം എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും നുറുക്കപ്പെട്ടതാണെന്നോർത്തോണം. സ്തോത്രം. മറ്റൊന്നിനും വേണ്ടിയല്ല കർത്തൃമേശ. യേശു നുറുക്കപ്പെട്ടതിന് വേണ്ടി നമ്മൾ ഓർക്കണമെന്നത് കർത്താവിന്റെ കൊതിയായിരുന്നു. കർത്താവ് പോകുന്ന വഴിയിൽ മറ്റൊന്നും പറഞ്ഞില്ല. കുറച്ച് വീഞ്ഞെടുത്തോണ്ട് വന്നിട്ട് കാനാവിലെ കല്യാണത്തിന് ഞാൻ വീഞ്ഞ് സ്തോത്രം ഉണ്ടാക്കിയെന്ന് പറയുകയോ, അല്ലെങ്കിൽ ഒരു കല്ലറയുടെ കല്ലെടുത്തുകൊണ്ട് വന്നിട്ട് ലാസറിനെ ഞാൻ ഉയർപ്പിച്ചവനാണ് നിങ്ങൾ ഓർത്തോണമെന്ന് പറയുകയല്ല ചെയ്തത്. എൻ്റെ ശരീരം നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെട്ടു, എൻ്റെ ശരീരത്തിൽ കൂടി രക്തം നിങ്ങൾക്കായി തകർക്കപ്പെട്ടു, നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം നമുക്ക് ഓർക്കുവാൻ മറ്റൊന്നും വേണ്ട.
മറ്റെല്ലാം നമുക്ക് കിട്ടിയ രോഗസൗഖ്യവും മറ്റ് നമുക്ക് കിട്ടിയ നന്മകളും ഒക്കെ ഒത്തിരി കണ്ടേക്കാം, അതൊക്കെ ഇരിക്കട്ടെ. പക്ഷെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നത് കർത്താവിൻ്റെ മുറിവുകളാണ്, കർത്താവിൻ്റെ വേദനയേറ്റ ശരീരമാണ്, അത് ക്രൂശിലാണ്. നമുക്ക് ദൈവസന്നിധിയിൽ ഒരു പക്ഷേ ഇനി കർത്താവിന്റെ ദാസൻ ജോയിൻ ചെയ്താലും വചനം പറയുവാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ പ്രാർത്ഥിച്ച് അല്പം നേരത്തെ